صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. سبحانك اللهم وبحمدك لا إله إلا أنت. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ ഉസ്താദവറുകൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹിതന്മാരെ, ഉസ്താദുമാരെ, ഉമ്മപങ്കന്മാരെ, സുദീർഘമായി ഒരു ഉപദേശത്തിന് വേണ്ടി, നസീഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നതല്ലെങ്കിലും ഏകദേശം ഈ നാടുമായി, കട്ടത്തില എന്ന് പറയുന്ന ഈ പ്രദേശവുമായി നേരത്തെ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചതുപോലെ ഒന്നരായ ബാപ്പയുമായിട്ടുള്ള ബന്ധം, അതിനുശേഷം ഒരു തവണ ഒന്നരായ ബാപ്പ ഇവിടത്തേക്ക് പകരമായി അയക്കുകയും അതിനുശേഷം ഏകദേശം 2-3, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 പ്രാവശ്യമായി ഈ നാട്ടിലേക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ ഉള്ളവൻ പങ്കെടുക്കുന്നതും ആ സ്നേഹത്തോടുകൂടി ഈ നാട്ടുകാരുമായി മുന്നോട്ട് പോകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആ സ്നേഹബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭ നബിത്തങ്ങളിലേക്ക് എത്തുന്ന വസീലയാക്കി അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം ഇവിടത്തേക്ക് വരുവാനും ആ സ്നേഹവും ബന്ധവും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. സുദീർഘമായി ഉപദേശം നടത്തുന്നില്ലെങ്കിലും നമ്മുടെ സദസ്സിലുള്ള ആളുകളെക്കാളും ഒരുപാട് ആളുകൾ ഉള്ളത് ചന്തയിലും അതുപോലെ തന്നെ മറ്റു പരിസരങ്ങളിലുമായി നമ്മൾ ചെലവഴിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്ന ഇൽമു പറയുന്ന സദസ്സും അള്ളാഹുവിനെക്കുറിച്ചും ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും പറയുന്ന സദസ്സ് സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോപ്പാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അത്തരം ഇൽമിൻ്റെ മജ്ലിസുകളിലും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയും ഇത്തരം ബഹുമാനിക്കപ്പെടേണ്ട സ്ഥാനങ്ങളെയും അതുപോലെ തന്നെ സദസ്സുകളെ തൊട്ടും നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളൊക്കെയും നമുക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും ആദരിച്ചതിനെ ആദരിക്കാനും പ്രത്യേകിച്ചും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിൽ അവരുടെ ഉറൂസ് പരിപാടിയുമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, അവരുടെ പേരിലാണ് നമ്മളിവിടെ പങ്കെടുക്കുന്നത്, അവരുടെ പേരിലാണ് നമ്മളിവിടെ ചെലവഴിക്കുന്നത്. എല്ലാം അവരുടെ പേരിൽ വേണ്ടിയാണ്. അവരുടെ പേരിൽ നടത്തുന്ന ഇത്തരം ഉറൂസ് പരിപാടി അവരുടെ ഒരു വാർഷികമാണല്ലോ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ വർഷമാകുമ്പോൾ ആരംഭ നബി തങ്ങൾ ഖദീജ ബീബിയുടെ പേരിൽ ആടിനെ അറുത്ത് ദാനം ചെയ്യാറുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്വഹാബാക്കൾ വിവരിക്കുമ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മരണപ്പെട്ടു പോയ അവരെ അള്ളാഹുവിൻ്റെ റസൂൽ ഓർക്കുകയാണ്.
ഒരു തവണ ഓർക്കുക എന്ന് മാത്രമല്ല, വഫാത്തായ വർഷമാകുമ്പോൾ അവരുടെ പേരിൽ ആടിനെ അറുത്ത് ദാനം ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ മഹാന്മാരായ ആളുകളെക്കുറിച്ച് അവരുടെ അനുസ്മരണം നമ്മൾ നടത്തുന്നത് അവരുടെ പേരിലും, അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിനുവേണ്ടി സഹായം നടത്തലും നമുക്കറിയാം ഭംഗിയായ രൂപത്തിലുള്ള ലൈറ്റിങ്സ് വെച്ചു. എന്തിനാണ് അതിലേക്ക് നമ്മൾ ചെലവഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ അവരുടെ വാർഷികം വരുമ്പോൾ, അല്ലെങ്കിൽ അവർ വഫാത്തായ ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം അവരുടെ പേരിൽ, അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു പ്രാവശ്യം അവരുടെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ആ ചെലവഴിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ പേരിൽ നമ്മൾ ഇവിടത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ പൊരുത്തപ്പെട്ട രൂപത്തിലാവണം നമ്മൾ ചെലവഴിക്കുന്നതും പോകുന്നതും വരുന്നതും ഇരിക്കുന്നതുമെല്ലാം അവർ പൊരുത്തപ്പെട്ട രൂപത്തിലാവണം. അവരുടെ പേരിൽ ഹറാമിനെ കുറിച്ചും ഹലാലിനെ കുറിച്ചും പറയുന്ന സ്വർഗത്ത് പൂന്തോപ്പാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, ഹലാലിനെ കുറിച്ചും ഇൽമു പറയുന്ന സദസ്സ് സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോപ്പാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ നല്ല ഒരു സദസ്സാണ് ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള നല്ല ഒരു സദസ്സിനെ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ഇഷ്ടപ്പെടുന്നത് ചന്തയിൽ കറങ്ങിക്കളിക്കുന്നതോ, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ല. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതവർക്ക് തൃപ്തിയല്ല. അവരറിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് മരണപ്പെട്ടു പോയവരെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. തുറദുൽ അമാലുൽ അലയ്യ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മരണപ്പെട്ടു പോയവര് ഖബറാളികളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ മഹാനവരെ കുറിച്ച് മാത്രമല്ല പഠിപ്പിക്കുന്നത്, മഹാനവറുകളെ കുറിച്ച് എന്ന് മാത്രം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒരു മുഅ്മിനായി മരണപ്പെട്ടു പോയവര്, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് മരണപ്പെട്ട് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ഖബറിൽ കിടക്കുന്നതെങ്കിൽ ആ ഖബറാളികൾ ദുനിയാവിൽ വെച്ച് കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അവരുടെ കുടുംബക്കാര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഖബറാളി അറിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത്തരം മഹാന്മാരെ കുറിച്ചല്ല റസൂലുള്ള പറയുന്നത്, വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ചല്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ ഉമ്മ, നമ്മുടെ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ പിതാവ്, നമ്മുടെ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ പെങ്ങള്, നമ്മുടെ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ മകന്, നമ്മുടെ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ അനുജന്മാര്, ജ്യേഷ്ഠന്മാര്, ആരാണോ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയത്, ആ മരണപ്പെട്ടു പോയ വ്യക്തിയെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ആ വീട്ടിൽ നിന്നും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അറിയുകയാണ്. ജീവിച്ചിരിക്കുന്നവർ, ഹയാത്തിലുള്ളവർ അറിയുന്നതിനേക്കാളും വേഗത്തിൽ ആ ഖബറാളി അറിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ട് പറയുന്നത്, ഇനി ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാര് നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, നല്ല പ്രവൃത്തിയാണ് ചെയ്തു കൂട്ടുന്നത്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് കാണുകയാണ്. അത് മാത്രമല്ല, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളാവട്ടെ, ജ്യേഷ്ഠാനുജന്മാരാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, ആരാണോ മരണപ്പെട്ടു പോയത് അവരാറടി മണ്ണിൽ കടന്നുറങ്ങുമ്പോൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് ഈ സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത് ആ ഖബറാളികൾ അറിയുമെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അവർ സന്തോഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി
ഇനി നേരെ മറിച്ച് ചന്തയിൽ കളിക്കുന്നവരുണ്ട്, അവരുടെ ഔറത്തുകൾ വെളിവാക്കിക്കൊണ്ട് നടക്കുന്ന ഉമ്മപെങ്ങന്മാരുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അന്യപുരുഷനോട് സംസാരിക്കാൻ വേണ്ടി ഇത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. വേണ്ട ഏത് രൂപത്തിലാവട്ടെ, ഈ ഒരു കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കോളേജുകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാവട്ടെ, ചെറുപ്പക്കാരികളാവട്ടെ, വേണ്ട വേറെ ഏതെങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നവരാവട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള്, നിങ്ങൾ ചെയ്യുന്ന വേണ്ടാത്ത തോന്നിവാസങ്ങള്, അതെല്ലാം ഖബറാളികൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ അവർ ദുഃഖിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ട് പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തുറലുൽ അമാലുൽ അഹ്യാഇ അലൽ മൗതാ, മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാൻ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് അതെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറയുമ്പോൾ, താബീങ്ങളിൽ പെട്ടവരാണ്, താബീങ്ങളിൽ പെട്ട അബ്ബാദ് ഇബ്നു അബ്ബാദ് എന്നവര് മഹാനവറുകൾ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഇബ്രാഹിം എന്ന ഫലസ്തീനിന്റെ ഭരണാധികാരിയെ കാണുകയാണ്. ആ ഭരണാധികാരിയോട് പറയുന്നതല്ലയോ, നിങ്ങൾ എനിക്ക് വല്ലതും ഉപദേശം തരണേ, എനിക്ക് വയല് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ, പണ്ട് കാലങ്ങളിൽ ഉള്ളവരെല്ലാം ആ രൂപത്തിൽ തന്നെയാണ്. പണ്ഡിതന്മാരെ കാണുമ്പോൾ എനിക്ക് വല്ല ഉപദേശങ്ങളും പറഞ്ഞു തരണമെന്ന് പറയുന്നവര്, ഒരു സ്വഹാബത്തിനെ കാണുമ്പോൾ ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ കാണുമ്പോൾ, താബീങ്ങളിൽപ്പെട്ടവർ ഒരു സ്വഹാബത്തിനെ കാണുമ്പോൾ, വേണ്ട വേറെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ തന്നെയാണ്, എനിക്കൊന്ന് വയല് പറഞ്ഞു തരൂ, എനിക്ക് വല്ല ഉപദേശവും തരൂ എന്ന് പറയുന്ന ആളുകളാണ് മുൻഗാമികളായ ആളുകള്. എത്രത്തോളം അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അവർക്ക് വല്ല ഉപദേശങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ, എന്ത് ഉപദേശമാണോ അവർക്ക് നൽകുന്നത്, ഏത് രൂപത്തിലാണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ രൂപത്തിൽ തന്നെ അവർ ജീവിത ശൈലി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മൾക്കുമുണ്ടല്ലോ ഉപദേശം തരുന്നവര്. ഇത്തരം വാളിന്റെ സദസ്സുകളുണ്ട്. മൊബൈൽ ഫോൺ നോക്കിയാൽ, യൂട്യൂബുകളിൽ എടുത്തു നോക്കിയാൽ എത്ര പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ല മാറ്റവും നമ്മൾ വരുത്തുന്നുണ്ടോ? ഇല്ല. നമ്മൾ കേട്ടതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇരിക്കട്ടെ, ഇബ്രാഹിം എന്നവര് ഫലസ്തീനിന്റെ ഭരണാധികാരിയാണ്. അബ്ബാദ് ഇബ്നു അബ്ബാദ് എന്നവരോടാണ് പറയുന്നത്, എനിക്ക് വല്ല ഉപദേശവും നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ, മാനവറുകൾ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഉണ്ടല്ലോ, അതെല്ലാം അവരുടെ കുടുംബക്കാരെ ഏറ്റവും കൂടുതൽ അടുത്തവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള്, നമ്മൾ ചെയ്യുന്ന അമലുകള്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. ഫസയറല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായി മരണപ്പെട്ടു പോയവർ കാണുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച കാര്യമാണ് പറയുന്നത്. കുടുംബക്കാരറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇബ്രാഹിം എന്നവരതാ അവിടെ നിന്നും അവിടെ നിന്നും കരയുകയാണ്. പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ മഹാനവറുകളോടതാ ചോദിക്കുന്നത്, അബ്ബാദ് ഇബ്നു അബ്ബാദ് എന്നവർക്ക് വല്ലാത്ത പ്രയാസമാണ്. എന്താ ഞാൻ പറഞ്ഞത്? ഈ ഒരു കാര്യം മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അമലുകളും എല്ലാം ഖബറാളികൾ അറിയുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ അടുത്തവരാണ് അറിയുന്നതെന്ന് പറയുമ്പോഴാണ് ഇബ്രാഹിം എന്നവര് കരയുന്നത്. എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത്? എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം എന്നവരുടെ ചിന്ത പോയത് നേരെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ഏറ്റവും കൂടുതൽ അടുത്തവരാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നത്. ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവര് അവര് മാത്രമല്ല, നമ്മളിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവര് അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആരംഭ നബി തങ്ങളല്ലേ നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവര്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭ നബി തങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് സന്തോഷിക്കുകയാണ്. നമ്മളൊരു പ്രവർത്തനങ്ങൾ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മാപ്പിരക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, ആ റസൂലാണല്ലോ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവര്. എന്റെ ഏറ്റവും വലിയ ബന്ധു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ നബി തങ്ങളാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞത്. അതിനെയാണ് ഞാൻ ഭയക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം എന്നവര് പൊട്ടിക്കരഞ്ഞു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരുന്നു കൊണ്ട് ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിൽ നമ്മൾ നടത്തുന്ന ഉറൂസിന്റെ പരിപാടിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കാണുന്നുണ്ട്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ അത് കാണുകയാണ്. എന്റെ പേരിലാണല്ലോ സ്വതക കൊടുക്കുന്നത്, എന്റെ പേരിലാണല്ലോ ദാനധർമ്മം ചെയ്യുന്നത്, എന്റെ പേരിലാണല്ലോ അവർ ഒത്തൊരുമിച്ച് കൂടുന്നത്, എന്റെ പേരിലാണല്ലോ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വന്നത്, എന്റെ പേരിലാണല്ലോ ഇൽമ് പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ പേരിൽ അവർ സന്തോഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, മഹാനവറുകളെ സന്തോഷിപ്പിച്ചതിന്റെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും സന്തോഷിപ്പിക്കും അല്ലേ? അവരെ സന്തോഷിച്ചതിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കോപിപ്പിക്കുന്നത് പോലെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അള്ളാഹുവിലേക്ക് അടുത്ത ഒരാൾ അവർ സന്തോഷിക്കുമ്പോൾ അത് അള്ളാഹു സന്തോഷിക്കുന്നത് പോലെയാണ്, അള്ളാഹുവിനെയാണ് സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്കുള്ള പ്രയാസങ്ങൾ മാറും. അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല തീർത്തു തരുമാറാവട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാര് മഹാനവറുകൾ വഫാത്തായ സമയത്ത് മഹാനവറുകളുടെ കുടുംബക്കാര് ദുആ ചെയ്തത്, അല്ലാഹുവേ റവാഹക്ക് ഇഷ്ടമില്ലാത്തത് ഞങ്ങൾ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത് നാഥാ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്നല്ല പറഞ്ഞത്, അല്ലാഹുവേ റവാഹക്ക് ഇഷ്ടമില്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത്. ആരാ ദുആ ചെയ്യുന്നത്? കുടുംബക്കാര്, അവരുമായി അടുത്തവര്, അവരുടെ ഇഷ്ടക്കാര് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ റവാഹക്ക് ഇഷ്ടമില്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത് നാഥാ. അത് നമുക്കും ബാധകം തന്നെയാണ്. അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത് നാഥാ. എന്റെ പിതാവിന് ഇഷ്ടമില്ലാത്തത് ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരാരുമില്ലാത്ത ഖബറാണല്ലോ, ആരാരും സഹായിക്കാനില്ലാത്ത ഖബറാണ്. അവിടെ അവർക്ക് രക്ഷയുള്ളത് അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ അവർക്ക് ചീക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, കാരുണ്യ പ്രവർത്തനം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നും അവർക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരുണ്യ പ്രവർത്തനത്തിന് മരണപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ട് അതൊരു വലിയൊരു കാര്യവും പറഞ്ഞ് അതിലേക്ക് കടക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അത്രയും പ്രതിഫലം അല്ലാഹു നൽകുന്നത് എന്തിന്റെ പേരിലാ? ഇവിടെ നിന്നും പാവങ്ങൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യ പ്രവർത്തനമാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിൽ, പാവപ്പെട്ട ഒരാൾ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ, പാവപ്പെട്ടവർ കല്യാണത്തിന്റെ കാര്യവുമായി പെണ്ണിന്റെ കാര്യമായി പറയുമ്പോൾ വീടില്ലാതെ പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുമ്പോൾ ആരാണോ അവരെ കരകയറ്റുന്നത്, ആർക്കാണോ അവർ വീട് വെച്ചു കൊടുക്കുന്നത്, കല്യാണത്തിന്റെ പ്രയാസമാണെങ്കിൽ ആരാണോ അവരെ സഹായിക്കുന്നത്, അവർക്ക് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി.
ഈ തണൽ മാത്രമല്ല, നാളെ മഅ്ശറവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടി വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുകയാണ്. ഓരോരുത്തരെയും വിചാരണ ചെയ്തുകൊണ്ട് നീതിമാനായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുകയാണ്. ഓരോരുത്തരുടെയും അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്ത് 99 നന്മയാണ് ഒരാൾക്കുള്ളത്, ഒരു നന്മയാണ് അവനിക്ക് കുറവുള്ളത്. ആ നന്മ തികയാതെ അവനെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അവനോട് അല്ലാഹു പറയുന്നത്, നീ വല്ല നന്മയും ലഭിക്കുമോ എന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞേക്കുകയാണ്. ഇപ്പോൾ അവൻ നരകത്തിന്റെ അവകാശിയാണ്. അവനിക്ക് സ്വർഗം വെച്ചിട്ടില്ല 99 നന്മ മാത്രമേ അവർക്കുള്ളൂ. ഇരിക്കട്ടെ, രണ്ടാമത് ഒരുത്തനെ വിളിച്ചുകൊണ്ട് അല്ലാഹു വിചാരണ ചെയ്തുകൊണ്ട് അവന്റെ നന്മകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവനിക്ക് ആകെയുള്ളത് ഒരൊറ്റ നന്മ മാത്രമാണ്. ഒരു നന്മ മാത്രമേ അവനിക്കുള്ളൂ. ബാക്കി 99 അവനിക്ക് തെറ്റ് തന്നെയാണ്. നീതിമാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടും പറയുന്നത് നരകത്തിലേക്ക് പോവാൻ തന്നെയാണ്. ഒരൊറ്റ നന്മ കുറവുള്ളവനും ഒരൊറ്റ നന്മയുള്ളവനും പോകുന്നത് നരകത്തിലേക്ക് തന്നെയാണ്. ഇരിക്കട്ടെ, ഈ സുഹൃത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം ചെയ്ത സുഹൃത്താണെങ്കിൽ അവനതാ അവിടെ നിന്നും എരന്നുകൊണ്ടു പോവുകയാണ്. എനിക്ക് വല്ല നന്മയും കിട്ടുമോ, ആരെങ്കിലും ചെയ്യുമോ തരുമോ എന്ന് നോക്കിയിട്ട് നടക്കുമ്പോൾ ഈ ഒരു സഹോദരൻ അതാ അവിടെ നിൽക്കുകയാണ്. എന്താണ് നിന്റെ ആവശ്യം, എന്താണ് നിനക്ക് വേണ്ടത്? അവനോട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരൊറ്റ നന്മ മാത്രമുള്ള മനുഷ്യനതാ അവന്റെ നന്മ കൊടുക്കുകയാണ്. എന്തേ നിനക്ക് നന്മ വേണ്ടേ? എന്തേ നിനക്ക് സ്വർഗം വേണ്ടേ? എനിക്ക് ആകെയുള്ളത് ഒരൊറ്റ നന്മ മാത്രമാണ്. 99 എനിക്കുള്ളത് നരകം തന്നെയാണ്. തിന്മ മാത്രമാണ് എന്നിലേക്കുള്ളതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്നത്, നീയെങ്കിലും എന്റെ നന്മ കൊണ്ട് നീ രക്ഷപ്പെടട്ടെ. എനിക്കൊരു നന്മയല്ലേ ഉള്ളൂ, ആരാ എനിക്ക് 99 നന്മ തരിക? ആരും എനിക്ക് തരാനില്ല. എന്റെ ഒരു നന്മ കൊണ്ട് എനിക്ക് ഏതായാലും രക്ഷയില്ലല്ലോ. നീയെങ്കിലും രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവനിക്കതാ ഒരു നന്മ കൊടുത്തിട്ട് ആ നന്മയുമായിട്ട് അല്ലാഹുവിന്റെ അരികിലേക്ക് പോവുകയാണ് രണ്ടുപേരും. എന്നിട്ട് അവനിക്ക് കൊടുക്കുമ്പോൾ അവനോട് ചോദിക്കുന്നത്, നിനക്കെന്തേ നന്മ വേണ്ടേ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ രാജാതിരാജനായ റബ്ബിനോട് പറയുന്നത്, റബ്ബേ, എനിക്ക് ഈ ഒരു നന്മ മാത്രമല്ലേ ഉള്ളൂ. ഈ ഒരു നന്മ കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എനിക്ക് നരകം തന്നെയാണ്, നരകമാണ് എനിക്ക് പഠിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, അവനെങ്കിലും സ്വർഗത്തിലേക്ക് പോയി സന്തോഷിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത്രയും നല്ല നന്മയുടെ ഉടമയാണോ നീ? എങ്കിൽ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്ത് കിട്ടി ഇവിടെ? നമുക്ക് എന്താ മനസ്സിലായത്? ഒരു നന്മ മാത്രമുള്ളവനെയും അല്ലാഹു കൊണ്ടുപോയി സ്വർഗത്തിലേക്ക്, 99 നന്മയുള്ളവനെയും കൊണ്ടുപോയി സ്വർഗത്തിലേക്ക്. എന്തിന്റെ പേരിൽ? എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഏതായാലും രക്ഷപ്പെടാനില്ല, അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന ഒരു കാരുണ്യ പ്രവർത്തനമാണ് അവിടെയും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. 3 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലുണ്ട്. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ ഫറജ അൻ മക്റൂബിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ ആരാണോ അവരെ സഹായിക്കുന്നത് അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നമുക്കിവിടെ പണ്ട് പറയുമ്പോ നമ്മൾക്ക് ഒന്നും ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാവും. നമ്മളിതെല്ലാം കേൾക്കുന്നതാണ്, അറിയുന്നതാണ്, ഇങ്ങനെയൊക്കെ കേട്ടു പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഖബറിലേക്ക് എത്തി അവിടെ എത്തുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ വില മനസ്സിലാകുക. നമ്മളൊന്ന് ഓർത്തു നോക്കും, ഇവിടെ നമ്മൾ ഇവിടത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ജ്യേഷ്ഠാനുജന്മാരും, ഒരു 2 ഒരു മാതാപിതാക്കളുടെ മക്കളായ ജ്യേഷ്ഠന്മാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 ആൾക്കാർ പോകുന്ന സമയത്ത് ഒരു യാത്ര പോകുന്നു, 2 വാഹനങ്ങളിലേക്കായിട്ട് യാത്ര പോവുകയാണ്. 2 കാറിലായിട്ട് അവർ കല്യാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർച്ചേസിന് വേണ്ടിയോ എന്തിനെങ്കിലും പോകുമ്പോൾ 2 പേരോടും അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു ഇപ്പോൾ പോകണ്ട എന്ന്.
ഇപ്പോൾ പോകണ്ട, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു. രണ്ടുപേരോടും ഒരേപോലെയാ പറഞ്ഞതും. അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ പോകണ്ട, നമുക്ക് ഒരുമിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം. അങ്ങനെ കുറേ ആൾക്കാർ പോകണ്ട എന്നൊക്കെ ഉപദേശം കൊടുത്തു. പോകുന്ന വേളയിൽ ജ്യേഷ്ഠൻ അപകടത്തിൽപ്പെട്ടുകൊണ്ട് കാലറ്റുപോയി. അനുജൻ നല്ല സുഖമായിട്ട് പോയി തിരിച്ചു എല്ലാം വന്നു. ഈ പോയി തിരിച്ചു വന്നവർ രണ്ടുപേരോടും ഒരേപോലെ തന്നെയാണ് ആളുകൾ പോകണ്ട, മാതാപിതാക്കൾ പോകണ്ട എന്നെല്ലാം പറഞ്ഞത്. പക്ഷേ അപകടത്തിൽപ്പെട്ട ജ്യേഷ്ഠൻ ഖേദിക്കുന്നത്, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ ഈ അപകടം എനിക്ക് സംഭവിക്കില്ലായിരുന്നു എന്നുള്ള പല ജാതി ചിന്തകളായിരിക്കും ജ്യേഷ്ഠന് വരിക, അല്ലേ? എന്താ വരിക? ഇപ്പോൾ പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കല്യാണത്തിനെ കൂടണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് എനിക്ക് പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ചിന്തകൾ അവനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? നേരെ മറിച്ച് അനുജനായ ആ മനുഷ്യൻ അവിടത്തേക്ക് പോവുകയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ ഉമ്മ പറഞ്ഞതോ ഉപ്പ പറഞ്ഞതോ ഭാര്യ പറഞ്ഞതോ മക്കൾ പറഞ്ഞതോ അനുജന് ഒരു ചിന്തയും പോവില്ല. എന്തുകൊണ്ട്? അവൻ അങ്ങോട്ട് പോവുകയും കാര്യങ്ങൾ സാധിക്കുകയും തിരിച്ചു വരികയും ചെയ്തു. ജ്യേഷ്ഠനാണെങ്കിൽ പോകുന്ന വേളയിൽ ഈ അപകടം സംഭവിച്ചത് കൊണ്ടാണ് അവനിക്ക് ഇത്തരം ഓരോ കാര്യങ്ങളും അവനിക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഇവിടെ നിന്നും എല്ലാം കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ഖബറിലെത്തിക്കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ചോദ്യം ചെയ്യുകയും അവനെക്കുറിച്ച് കൊണ്ട് ഓരോന്നും ചെയ്യുമ്പോഴാണ് അവനിക്ക് ബോധ്യം വരിക, അല്ലാഹുവേ എന്നെ ഒന്ന് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവനെ ചോദ്യം ചെയ്യണ്ട. അസ്രായിൽ വരുന്ന സമയത്ത് തന്നെ അവന്റെ ഓരോ കാര്യങ്ങൾ അവൻ പറയുന്നത്, റബ്ബേ ഒരു നിമിഷം എനിക്ക് തരികയാണെങ്കിൽ, എനിക്ക് കുറച്ച് സമയം എനിക്ക് നീട്ടി തരികയാണെങ്കിൽ എന്റെ എല്ലാ സമ്പത്തും ഞാൻ ദാനധർമ്മം ചെയ്യാമെന്ന് മാത്രമല്ല എനിക്ക് കഴിയുന്ന ഇബാദത്തുകൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെടുന്ന മനുഷ്യന് അവനിക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് അവന്റെ ചിന്ത വരിക. അപ്പോഴാണ് അവൻ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ആളുകളാണെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ 11:30 മണിയാകുന്നത് വരെ ഇവിടെ നടക്കുന്ന ഉറൂസിന്റെ പരിപാടിയില് ഇൽമ പറയുന്ന സദസ്സില് ഞാനായിരുന്നതിന്റെ പ്രതിഫലമാണല്ലോ എന്റെ ഏടിലുള്ളത്. മനസ്സിലായതാവട്ടെ, ഇനി വേണ്ട പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നതെങ്കിലും ഇൽമാണല്ലോ പറയുന്നത്, അതിന് പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. നമ്മുടെ ഏടിലുള്ള ഓരോന്നും കാണുമ്പോൾ ഇന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വാഹനങ്ങളിൽ കയറി മൊബൈലിൽ കളിക്കുന്നവരുണ്ട്. അവരും നമ്മുടെ കൂടെ തന്നെ ഖബറിന്റെ അരികിൽ തൊട്ടടുത്തുകൊണ്ട് നിൽക്കുന്നവർ തന്നെയാണ്. അവരുടെ ഏടിൽ ഈ പ്രതിഫലമില്ല, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന പ്രതിഫലമില്ല, അവന്റെ ഏടിൽ ഇങ്ങോട്ടേക്ക് വന്നതില്ല. ഉണ്ട്, അവനിക്ക് തിന്മയായിട്ടാണ് അവനിക്ക് വെച്ചിട്ടുള്ളത്. എന്താ തിന്മയായിട്ടുള്ളത്? അന്യ പെണ്ണിനെ നോക്കിയത്, അവൻ അവിടെ നിന്നുകൊണ്ട് കളവ് പറഞ്ഞത്, അവിടെ ഇരുന്നു കൊണ്ട് വേണ്ടാത്ത തോന്നിവാസം ചെയ്തത്, അതാണ് അവന്റെ റെക്കോർഡിലുള്ളത്. ഇത് കണ്ടുകൊണ്ട് അവൻ ഖേദിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ നാളെന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നന്മ ചെയ്തവൻ സന്തോഷിക്കുകയും തിന്മ ചെയ്തവൻ ദുഃഖിക്കുകയും ചെയ്യുന്ന നാളാണ്. അവിടെ സന്തോഷിക്കണമോ? അവിടെ സന്തോഷം ലഭിക്കണമോ? സ്വഹാബാക്കൾ ജീവിച്ചതുപോലെ നമ്മളും ജീവിക്കേണ്ടതുണ്ട്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകള്, അവരുടെ പേരിലാണല്ലോ നമ്മൾ ഈ ഉറൂസ് കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് മഹാന്മാരൊക്കെയും ജീവിച്ചത്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനവറുകൾ സംസം വെള്ളത്തിന്റെ അരികിൽ നിൽക്കുന്നുകൊണ്ട് വെള്ളം കുടിക്കാതെ, സംസം വെള്ളം കുടിക്കാതെ അവിടെ നോക്കി നിൽക്കുകയാണ്. കോപ്പയില്ലാത്തത് കൊണ്ടല്ല, ഒരുപാട് കോപ്പയാണ് മുന്നിലുള്ളത്. ഒരുപാട് കോപ്പയുണ്ടെങ്കിലും മഹാനവറുകൾ അതെടുത്തു കുടിക്കുന്നില്ല. അവിടെ നിന്നും ചോദിക്കുന്നത്, എന്തേ നിങ്ങൾ കോപ്പയെടുത്തുകൊണ്ട് സംസം വെള്ളം കുടിക്കാത്തത്? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത്? ഇത് പറയുമ്പോഴാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത് ആരുടെ കോപ്പയാണെന്ന് എനിക്കറിയില്ല. സംസം വെള്ളം നല്ലത് തന്നെയാണ്, അത് നല്ലത് തന്നെയാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ട വെള്ളം തന്നെയാണ്. പക്ഷെ എന്റെ അരികിലുള്ള കോപ്പയുണ്ടല്ലോ, ആരുടെ കോപ്പയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ചത് തന്നെയാണോ എന്നെനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത് കുടിക്കാത്തതെന്ന് പറഞ്ഞ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഒരു പെണ്ണാണ് കടന്നു വരുന്നത്. ആ പെണ്ണ് വന്നുകൊണ്ട് ചോദിക്കുന്നത്, എന്റെ വീടിന്റെ അരികിലൂടെ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ചൂട്ട് കത്തിച്ചിട്ട് ആളുകൾ പോകാറുണ്ട്. ആ ചൂട്ട് കത്തിച്ചിട്ട് പോകുമ്പോൾ അവർ ചൂട്ട് കത്തിച്ചതിന്റെ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം കൊണ്ടാണ് ഞാൻ നൂല് ചെയ്തുകൊണ്ട് എന്റെ തുന്നി പിടിപ്പിക്കാറുള്ളത് വസ്ത്രങ്ങള്. അന്ന് ആ ജോലിയുണ്ടല്ലോ, ഇന്നല്ലേ നമ്മൾ മെഷീൻ വെച്ചിട്ടുള്ളത്, ഇന്നല്ലേ വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ തുന്നുന്നത്. അവിടെ നിന്നും ആ പെണ്ണ് പറഞ്ഞത്, അല്ലയോ അഹ്മദ് ബിൻ ഹംബൽ, എന്റെ വീടിന്റെ അരികിലൂടെ പോകുന്നവർ ചൂട്ട് കത്തിച്ചിട്ടാണ് പോകാറുള്ളത്. അവർ ചൂട്ട് കത്തിച്ചിട്ട് പോകുന്നത് നല്ല വെളി കിട്ടണം, മുന്നിലുള്ളത് കാണണം, മുന്നിലുള്ള തടസ്സങ്ങൾ നീങ്ങണം, അത് കണ്ടുകൊണ്ടാണ് പോകേണ്ടത്. അതിനു വേണ്ടിയാണ് അവർ ചൂട്ട് കത്തിക്കുന്നത്. ആ ലൈറ്റത്താണ് ഞാൻ എന്റെ വസ്ത്രം തുന്നുന്നത്, എന്നിട്ട് അത് കൊണ്ടുപോയി വിൽക്കപ്പെടുന്നുണ്ട്. ഇതെനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണല്ലയോ പെണ്ണേ, നിങ്ങൾ ഏത് പെണ്ണാണ്? നിങ്ങളുടെ കുടുംബം ഏതാണ്? ആരാണ് നിങ്ങളുടെ മാതാപിതാക്കള്? നിങ്ങളൊരു നല്ല പെണ്ണാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ പെണ്ണ് അവിടെ നിന്നും പറഞ്ഞത്, ഞാൻ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്. അവരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്ക്. വഴിയാത്രക്കാര് കൊണ്ടുപോകുന്ന ചൂട്ട്, ആ ചൂട്ടിന്റെ വെളിച്ചത്ത് ഞാൻ വസ്ത്രം നെയ്താൽ അതെനിക്ക് ഹലാലാകുമോ, എനിക്ക് പൊരുത്തപ്പെട്ടതാണോ എന്ന് ചോദിക്കുന്നവര് എത്ര സൂക്ഷ്മതയാണ് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകള്. എനിക്കറിഞ്ഞുകൂടെ, പക്ഷെ എന്നെക്കാളും കൂടുതൽ അറിയുന്നവരാണ് നിങ്ങള്. ഇരിക്കട്ടെ, അവരുടെ ആ ജീവിത ശൈലി കണ്ടിട്ട് അവരെയാണ് ആളുകൾ സ്നേഹിച്ചത്, അവരെ ബഹുമാനിച്ചു, ആദരിച്ചു, സ്നേഹിച്ചു. അവരുടെ പേരിൽ ഇതുപോലെ നമ്മൾ ഒത്തൊരുമിച്ച് കൂടാനുള്ള കാരണം വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട രൂപത്തിൽ അവർ ജീവിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ കട്ടത്തില എന്ന് പറയുന്ന നാട് ആർക്കാണ് അറിയുക? ഈ നാട്ടിലേക്ക് വരികയും ദീനീ പ്രബോധനം നടത്തുകയും എന്ന് മാത്രമല്ല, അല്ലാഹു കാണിച്ചു തന്ന രൂപത്തിൽ അവർ ജീവിച്ചു. ആരംഭ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അവർ ജീവിച്ചു. അവരുടെ ജീവിത ശൈലി കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരുടെ ജീവിത ശൈലി കണ്ടിട്ട് അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അല്ലേ മാലിക് മദീന റളിയല്ലാഹു അൻഹു. അതുപോലെയുള്ള അവരെ പോലെയുള്ള ആളുകൾ അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിച്ചവരല്ല. നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ, ഏകനായ റബ്ബുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അവർ ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവന്നത്. അവരുടെ ജീവിതം നോക്കിയിട്ട് സൂക്ഷ്മതയോടുകൂടി, നല്ല തഖ്വയോടുകൂടി, അയൽവാസികൾക്ക് കൊടുക്കേണ്ട മര്യാദകൾ കൊടുത്തുകൊണ്ട്, അയൽവാസികളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചുകൊണ്ട്, അതല്ലേ പൂർവികരായ ആളുകളെ കുറിച്ച് പറയുന്നത്. ഹംബൽ റളിയല്ലാഹു അൻഹു തന്നെ വഫാത്താകുന്ന വേളയിൽ ഒരു ജൂതനായ അയൽവാസിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞതല്ലയോ മനുഷ്യ, ഇത്ര കാലം നിങ്ങളുടെ വീട്ടിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും വരുന്ന കാഷ്ടമുണ്ടല്ലോ, മൂത്രമുണ്ടല്ലോ, എന്റെ വീടിന്റെ മുന്നിലൂടെയാണ് പോകുന്നത്. നിങ്ങളുടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, നിങ്ങളുണ്ടാക്കിയ തോട് പൊട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് കളയാറുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ വഫാത്താകാൻ പോവുകയാണ്, എന്റെ മരണമാസന്നമായിരിക്കുകയാണ്. എന്റെ മക്കൾ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്ങനെയാണ് എന്റെ കുടുംബക്കാരെന്ന് അറിഞ്ഞുകൂടാ. അവരെങ്ങാനും നിങ്ങളെ ശകാരിച്ചു കഴിഞ്ഞാൽ, ഒരു അയൽവാസിയെ ബഹുമാനിക്കാത്തവരുടെ കൂട്ടത്തിൽ എന്റെ കുടുംബക്കാര് പെട്ടുപോകുമോ, അതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ജൂതനായ മനുഷ്യനതാ, ഇത്രയും നല്ല ദീനിന്റെ ഉടമയാണോ നിങ്ങള്? ഇങ്ങനെയാണോ നിങ്ങളുടെ ദീന്? ഈ രൂപത്തിലാണോ നിങ്ങളുടെ ദീന് പഠിപ്പിക്കുന്നത്? എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
ആ ജൂതനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചല്ല പറഞ്ഞത്, റസൂലുള്ളാഹിനെ കുറിച്ചല്ല പറഞ്ഞത്. ആ ജീവിതത്തിന്റെ ശൈലി ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ ജീവിതം ഒന്ന് പറഞ്ഞു കൊടുത്തതല്ല അവർ ചെയ്തത്. അവർ പറഞ്ഞു കൊടുത്തത്, നിങ്ങളുടെ വീട്ടിൽ നിന്നും വരുന്ന ടോയ്ലറ്റിൽ നിന്നും വരുന്ന കാഷ്ടമുണ്ടല്ലോ, അത് എന്റെ പറമ്പിലേക്ക് വരുന്നുണ്ട്, ഇതുവരെയും ഞാനാണത് വൃത്തിയാക്കിയത്. ഇനി എന്റെ കുടുംബക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാതെ നിങ്ങളെ വല്ലതും ചീത്ത പറയുമോ എന്നതാണ് ഞാൻ ഭയക്കുന്നതെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ജൂതനായ മനുഷ്യന് ആ രൂപത്തിലാണ് പൂർവികരായ ആളുകൾ കൊണ്ടുവന്നത്. അതുപോലെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ കബറാളികൾ നമ്മൾ ഓർക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എല്ലാം അറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും തോന്നിവാസങ്ങളും എല്ലാം അല്ലാഹു കാണുന്നുണ്ട്, റസൂല് കാണുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകളെല്ലാം കാണുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ തോന്നിവാസം ചെയ്താൽ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കളും അത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ ഖബറിലുള്ള നമുക്കതൊരു പ്രയാസമാകും, വിഷമമാകും. അല്ലാഹു തആല നമ്മെ കാത്ത് സലാമത്താക്കുമാറാവട്ടെ. അതിന് എന്ത് വേണം? നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കണം, നമ്മൾ അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കണം. അതിന് ഏറ്റവും വലിയൊരു തെളിവാണല്ലോ നമ്മുടെ ചെറിയ മക്കള്. 1-2 വയസ്സുള്ള നമ്മുടെ ചെറിയ മക്കളും, അല്ലെങ്കിൽ വേണ്ട 1 വയസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മക്കളെ സ്വഭാവം നമ്മളൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട്, ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് വാതിലടച്ച് കതകടച്ച് നമ്മൾ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മുടെ അരികിലേക്ക് വന്ന് അവരവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്യും, നടക്കും, എല്ലാം നമുക്കറിയാലോ. നമ്മുടെ മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് റമദാൻ മാസത്തിലാണ്. നമ്മുടെ മക്കളെ നമ്മൾ അവിടെ ഇരുത്തും, എന്നിട്ട് നമ്മളിവിടെ നിന്ന് തറാവീ നിസ്കരിക്കും. 1-ാമത്തെ ദിവസം നിസ്കരിച്ചു, 2-ാമത്തെ ദിവസം നിസ്കരിച്ചു, 3-ാമത്തെ ദിവസം നിസ്കരിച്ചു, 4-ാമത്തെ ദിവസം നമ്മുടെ മക്കൾ തലകുത്തി മറിയാൻ തുടങ്ങും, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ പുള്ളി മക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ മക്കൾ 1-ാമത്തെ ദിവസം തറാവി നിസ്കരിച്ചാൽ ഒന്നും ചെയ്യൂല, 2-ാമത്തെ ദിവസവും ഒന്നും ഉണ്ടാവില്ല, 3-ാമത്തെ ദിവസവും ഒന്നും ഉണ്ടാവില്ല. 4-ാമത്തെ ദിവസം മുതൽ അവർ കൈകെട്ടാൻ തുടങ്ങും. കൈകെട്ടുന്നത് എങ്ങനെ ആവട്ടെ, ചിലപ്പോൾ മുജാഹിദ് കെട്ടുന്നു, അല്ല കെട്ടു, അതല്ല പറഞ്ഞത്. അവർ കൈകെട്ടാൻ തുടങ്ങും, പിന്നെ നേരെ സുജൂദിലേക്ക് പോകും, തലകുത്തി മറിയും, അവിടെ നിന്ന് ചിരിക്കും, എല്ലാം ചെയ്യാറില്ലേ? എന്താ നിങ്ങൾ ആരൊന്നും ഉണ്ടാത്തില്ലേ? അനുഭവമാണല്ലോ. എന്തേ ആ കുട്ടി അത് ചെയ്യുന്നത്? ആ കുട്ടി കാണുന്നുണ്ട്, ഞാൻ ഇന്നത്തെ ദിവസം കാണുന്നത്, ആ കുട്ടി കാണാൻ എൻ്റെ ഉമ്മ ഇങ്ങനെ തലകുത്തി മറിയുന്നു, ചെയ്യലും ചെല്ലാനൊന്നും അറിയില്ല, ഒന്നും പഠിച്ചില്ലെങ്കിലും ആ കുട്ടി ആ കാണുന്ന പ്രവൃത്തി അങ്ങനെ തന്നെ ചെയ്യാണ്. പിന്നെ ആ കുട്ടി ഇടക്കിടക്കേ നിസ്കരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത്തും പിത്തുള്ള ആൾ നിസ്കരിക്കുന്നത് പോലെ തോന്നും, വല്ല നിസ്കരിക്കൽ തന്നെയാണ്. എന്തേ ആ കുട്ടി ചെയ്തത്? നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തി ആ കുട്ടി കണ്ടു, അത് ആ രൂപത്തിൽ തന്നെ കൊണ്ടുവരികയാണ്. ഇനി നേരെ മറിച്ച് മാതാപിതാക്കൾ കളവ് പറയുന്നതാണ് കുട്ടി ദിനേന കേൾക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും ചീത്ത പറഞ്ഞ് ഉപ്പ് കൂടിയതിൻ്റെ പേരിലും കറി കൂടിയതിൻ്റെ പേരിലും ചടഞ്ഞതിൻ്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കുന്നതാണ് ആ കുട്ടി കാണുന്നതെങ്കിൽ, ആ കുട്ടി വലുതായ ഉടനെ തന്നെ മറ്റേ മോളെ, അങ്ങത്തെ മോളെ, ഇങ്ങത്തെ മോളെ എന്ന് വിളിക്കും. എന്ത്? അത് മാതാപിതാക്കളിൽ നിന്നും കേട്ട് പഠിക്കുന്നതാണ്. ഞാൻ വെറുതെ പറയല്ല. ഒളയത്തടുക്ക കാസർഗോഡ് ഭാഗത്ത് ഏകദേശം 2 വയസ്സോ 3 വയസ്സോ ഉള്ള ഒരു കുട്ടി, ഞാനവിടെ ഒരു പരിപാടി കഴിഞ്ഞ്, ഇപ്പം രാത്രി അധികം ഓർഡറിൽ കുറച്ച് കുറവാണ്, കാരണം ഇങ്ങനത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. അങ്ങനെ ചില ആളുകൾ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പോകുന്ന വേളയിൽ അങ്ങനത്തെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ചില സ്ഥലത്ത് പരിപാടി കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലത്ത് കടന്ന് പിറ്റേന്ന് രാവിലെ അങ്ങനെയാണ് പോകാറുള്ളത്. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു വീട്ടിൽ കടന്നപ്പോൾ എനിക്ക് മോൾ നിലയിലാണ് AC കാര്യങ്ങളും ഇട്ടെല്ലാം തന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ സുബൈസ്കാരം കഴിഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കുട്ടി ഏകദേശം 2 വയസ്സ് 3 വയസ്സ് അത്രേ ഉള്ളൂ. 3 വയസ്സോ കുറച്ച് പോയതാലും മദ്രസയിലൊന്നും ചേർക്കാനായിട്ടില്ല, ചെറിയ പ്രായമാണ്. ആ കുട്ടീനെ ഏകദേശം വിളിക്കുന്നത്, തങ്ങളിപ്പോൾ പോകും, നീ ഒന്ന് എണ്ണീക്ക് മന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അല്ല, ഞാൻ അറിയുന്നുണ്ട്, മോളെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുമ്പോഴാണ് മറ്റേ മോളെ എന്ന് വിളിക്കുന്നത്. നമ്മൾ നാൽക്കാലി ഉണ്ടല്ലോ, അതിനെ മോളെ എന്ന് വിളിക്കുന്നത്. ആരെയാ വിളിക്കുന്നത്? സ്വന്തം ഉമ്മയാണ്. ഉമ്മന്ത് ഉപ്പന്ത് എന്നല്ല ആ രൂപത്തിൽ അറിയുന്ന ആ കുട്ടിയാണ് വിളിക്കുന്നത്. എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവരുടെ മൂത്ത മോനുണ്ട്, ഏകദേശം 17-18 വയസ്സുള്ള മൂത്ത മോന്.
ആ മോന് മദ്രസയിലേക്ക് തീരെ പോയിട്ടില്ല, ഏതായാലും ഇരിക്കട്ടെ. ആ മകൻ എല്ലാ ദിവസവും ഉപ്പാനെയും ചീത്ത വിളിക്കും, ഉമ്മാനെയും ചീത്ത വിളിക്കും, ചിലപ്പം ഇസ്തിരിപ്പെട്ടി എടുത്ത് എറിയും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും ഉമ്മാനെ ചീത്ത വിളിക്കും. ആ ഉമ്മാനെ ചീത്ത വിളിക്കുന്നതും കാര്യങ്ങളെല്ലാം ഈ കുട്ടി കേൾക്കുന്നുണ്ട്. ആ കുട്ടി പിന്നെ ഉറക്കുന്ന എഴുന്നേറ്റ് ഈ കുട്ടി എന്തിനാ വിളിക്കുന്നത്? ഉറക്കുന്ന എഴുന്നേൽപ്പിക്കുന്നതിനാണ് ഈ കുട്ടി മറ്റേ മോളെ എന്നെല്ലാം വിളിക്കുന്നത്. എന്തേ ആ കുട്ടി കേട്ട് വളർന്ന് എന്നതുപോലെ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട്, നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം കലാശിക്കുന്നതും ചീത്ത വിളിക്കുന്നതും പ്രശ്നമാക്കുന്നതും എല്ലാം കേട്ട് വളരുന്നത് നമ്മുടെ മക്കളാണ്. ആ മക്കൾ വലുതാകുമ്പോൾ കേട്ട് വളരുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചീത്ത പ്രവർത്തനങ്ങളുമാണ്. അങ്ങനെ തന്നെ ആ കുട്ടി വളരുകയുള്ളൂ. ആലിൻ്റെ ചോട്ട് ആലുണ്ടാവും, ആലിലെ മുളക്കു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് ദീനീപരമായിട്ടും ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അല്ലേ. ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ കുറേ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ വന്നത് മുതൽ ഇതുവരെയും അവർ ചന്തയിലുണ്ടാവും. ഈ ഷോപ്പിലേക്ക് പോയി, അപ്പുറം മറ്റേ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത്, അവിടുന്ന് നേരെ മറ്റേ സ്ഥലത്തേക്ക് പോയി, അവിടുന്ന് എന്തെങ്കിലും കളിക്കുന്ന വാങ്ങിക്കൊടുത്ത് അതിലെന്നെ മാതാപിതാക്കൾ പോകും അല്ലേ. അല്ലെങ്കിൽ പറയും അവസാന ദിവസം പോവുക, കാരണം കൂടുതൽ ചന്ത ഉണ്ടാകുന്ന സമയമാണല്ലോ, നമുക്ക് അപ്പം പോവായി എന്ന് പറയും. എന്നിട്ട് ആ കുട്ടി ചെറുപ്രായത്തിലെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് വരുന്നത് ഇൽമിൻ്റെ സദസ്സിലേക്കല്ല, അവർ വരുന്നത് ചന്തയിലേക്കാണ്. ആ ചന്തയിലേക്ക് വരുന്നു, അവിടെ നിന്നും തിന്നേണ്ടത് തിന്നുന്നു, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കഴിഞ്ഞ് ആ കുട്ടി നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. ആ കുട്ടി എന്താ പഠിച്ചത്? ഇത്തരം മജ്ലിസുകൾ കൊണ്ട് ആ കുട്ടി പഠിച്ചത് ചന്തയിലേക്ക് വരാനാണ് പഠിച്ചത്. ആ കുട്ടി വലുതാകുമ്പോൾ, ചെറുപ്പക്കാരനാകുമ്പോൾ ആ കുട്ടി അതേ സ്വഭാവമേ കാണിക്കുകയുള്ളൂ. ഇൽമിൻ്റെ മജ്ലിസിലേക്ക് ഇരിക്കാൻ അവർ റെഡിയാവൂല. അവർ നേരെ വരും, ചന്തയിൽ വരും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് നേരെ പോകും. ഈ വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ വാർദ്ധക്യമെത്തുകൊണ്ട് എന്നെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഉമ്മ വേണം ഉപ്പ വേണം എന്ന സമയമാകുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ആ മക്കളെ കൊണ്ട് ഉപകാരം കിട്ടൂല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഇൽമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ജീവിതത്തിൽ അവർ കാണിച്ചു കൊടുത്തിട്ടില്ല. ആ കുട്ടി കണ്ടതും വളർന്നതും എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ ആ കുട്ടി ജീവിക്കും. അവരുടെ മക്കളും അങ്ങനെ തന്നെയാകും. അള്ളാഹു താല നമ്മയും ഞവുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു താല കാത്ത് സലാമത്താക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഇനിയുമുണ്ട് 2-3 ദിവസം 4-5 ദിവസം ഇനിയുണ്ട് പരിപാടി. എല്ലാ ദിവസവും ചന്തയിൽ കളിക്കുന്നതിന് പകരം നേരെ വന്ന് ഇൽമിൻ്റെ മജ്ലിസിൽ ആരുമാവട്ടെ, ഇൽമ പറയുന്നുണ്ടോ, ഇവിടെ ഇൽമ പറയുന്നുണ്ടോ, ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ടോ, ആ സദസ്സിലേക്ക് വന്നിരുന്നു പ്രസംഗിക്കുന്നവർക്ക് ഒരുപക്ഷെ ആളുകൾ ഉണ്ടായാൽ മാത്രമേ പ്രസംഗിക്കുന്നവർ എന്നവരുണ്ട്. അല്ല, ആരും ഇല്ലെങ്കിലും 1-2 പേര് മാത്രമേ ഉള്ളൂ എങ്കിലും പ്രസംഗിക്കുന്നവരുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഇവിടെയുള്ള ഏകദേശം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരോട് അവരുടെ ഇങ്ങനെ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഓരോ ദിവസവും വരുന്ന ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ നല്ല നല്ല ഇൽമ പറയുന്ന ഉസ്താദുമാർ തന്നെയാണ് വരുന്നത്. ആ വരുന്ന ആളുകൾ വരുമ്പോൾ ആ ഇൽമ കേൾക്കാനെങ്കിലും നമ്മുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ മക്കളെ കൂട്ടിയിട്ട് കൊണ്ടുവന്ന് ആ ഇൽമിൻ്റെ സദസ്സിലിരുന്ന് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ആ സദസ്സിലിരുന്നു കൊണ്ട് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി നിങ്ങൾ ആ രൂപത്തിലാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ ആഖിറത്ത്, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന മക്കളായി മാറും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹിതന്മാരെ, ഇനി നടക്കുന്ന ഓരോ പരിപാടിയിലും ഇതുവരെ ചെയ്തത് ചെയ്തു, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നല്ലവരായി അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നാൽ, നിൽക്കാൻ പറ്റുന്നവർ, പ്രായമുള്ളവരല്ല, നിൽക്കാൻ പറ്റുന്നവരൊന്നും കുറച്ചാളുകളിലുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയെങ്കിലും നമ്മുടെ പുറത്തുള്ള ആളുകളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് റാഹത്തിൽ സന്തോഷത്തിലും പിരിയാം. നമ്മൾക്കറിയാം കൂടുതലായി ഒന്നും പാപങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. റമദാൻ മാസം കഴിഞ്ഞ് ഏകദേശം 1 മാസമായിട്ടില്ലല്ലോ, അതിൻ്റെ ഇടയിലാണ് നമ്മളുള്ളത്. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് റമദാൻ മാസം 29 നോമ്പ് നോക്കി, പെരുന്നാളിൻ്റെ കുടുംബ സന്ദർശനം നടത്തി, നല്ല നല്ല പ്രവർത്തനങ്ങൾ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു. റമദാനിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തല്ലോ. ആ ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് നല്ലവരായി ഒരുപാട് പാപങ്ങളൊന്നുമില്ലാതെ പാപക്കറകളെല്ലാം നീക്കിയവർ റഹ്മത്തിൻ്റെ പത്തിൽ റഹ്മത്ത് ചോദിച്ച്, മഗ്ഫിറത്തിൻ്റെ പത്തിൽ മഗ്ഫിറത്ത് ചോദിച്ച്, ഇത്തക്കും മിനന്നാറിൻ്റെ പത്തിൽ ഇത്തക്കും മിനന്നാറെല്ലാം നമ്മൾ ചോദിച്ചിരിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കും
സ്വീകരിക്കുമാർ. അടുത്തുനിന്നോ എല്ലാവരും ഒന്ന് അടുത്തുനിന്ന് അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാന്. ഇൽമ പറഞ്ഞ സദസ്സാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ നീ ആദരിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിലാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ റമളാൻ മാസത്തിൽ ഒരുപാട് ഇബാദത്തുകളും സ്വദഖകളും ചെയ്തവരാണ് അല്ലാഹ്. അല്ലാഹുവേ കൂടുതലൊന്നും റമളാൻ കഴിഞ്ഞ് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊന്നും ഞങ്ങൾ ചെയ്തവരല്ല റബ്ബേ. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഈബത്ത് നമീമത്ത് പരദൂഷണം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത എല്ലാ പാപക്കറകളും നീ നീക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ കടപ്പെട്ട, ഞങ്ങളോട് കടപ്പെട്ട, ഞങ്ങളെ സഹായിക്കുന്നവര് റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്. നോക്കാൻ പാടില്ലാത്തത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് റഹ്മാന്. ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചിട്ടുണ്ട് അല്ലാഹ്. എടുക്കാൻ പാടില്ലാത്തത് എടുത്തിട്ടുണ്ട് റഹ്മാന്. പോകാൻ പാടില്ലാത്തടത്തേക്ക് പോയിട്ടുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ അരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തവരാണ് റബ്ബേ. അല്ലാഹുവേ ഈ സമയത്ത്, ഈ പാതിരാ സമയത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിൽ അല്ലാഹുവേ മഹാനവറുകളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ ഭാര്യ മക്കള്, അവരുടെ കുടുംബക്കാര്, ഇഷ്ടക്കാര്, പിരിശക്കാര് അല്ലാഹുവേ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. നീ പുറത്തു തരണേ അല്ലാഹ്. ഗഫാറായ അല്ലാഹ് നീ മാഫാക്കി തരണേ റഹ്മാനെ. ബിഹഖ് സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ. യാ രാജ സയ്യിദായ മാലികുൽ മുലൂകായ അല്ലാഹ്, ആണ് പെണ്ണ് ചെറുത് വലുത് പലരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ റഹ്മാന്. ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികള് അല്ലാഹുവേ അവരെല്ലാം പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത് അല്ലാഹ്. അല്ലാഹുവേ പല ജാതി മുറാദുകളുണ്ട് റബ്ബേ. എന്തുദ്ദേശമാണോ നിനക്കറിയാമല്ലോ അല്ലാഹ്. ഈ ദിവസത്തിന്റെ, മാസത്തിന്റെ, സമയത്തിന്റെ ബർക്കത്ത് കൊണ്ട്, കഴിഞ്ഞ 3 മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട്, നിന്റെ ഭവനത്തെ മാനിച്ചുകൊണ്ട്, ഇൽമിന്റെ മജ്ലിസാണല്ലോ, ഇൽമിനെ മാനിച്ചുകൊണ്ട്, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയ മജ്ലിസാണ് അല്ലാഹ്. അല്ലാഹുവേ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് നൊന്ത് പ്രസവിച്ച ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് റഹ്മാന്. നിനക്ക് വേണ്ടി ഒരുപാട് സുജൂദ് ചെയ്ത ഉപ്പാപ്പമാരുണ്ട് അല്ലാഹ്.
ദീനിന്റെ നടുന്തൂൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ട് റബ്ബേ. തെറ്റെന്തെന്നറിയാത്ത ചെറിയ പൈതലുകളുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ അവരെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ മാറാത്ത രോഗങ്ങളുണ്ട് റഹ്മാന്. മാറാത്ത തലവേദനയുള്ളവര്, കൈകാലുകൾ വേദനയുള്ളവര്, അല്ലാഹുവേ പല രൂപത്തിലും രോഗങ്ങൾ കൊണ്ട് വെമ്പൽ കൊള്ളുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ രോഗത്തിന്റെ കാരണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലാഹ്. ഏത് രോഗമാണെങ്കിലും എങ്ങനെ വന്ന രോഗമാണെങ്കിലും രോഗം നൽകുന്നവൻ നീയാണല്ലോ റഹ്മാന്. അത് മാറ്റേണ്ടവന് നീ തന്നെയാണല്ലോ അല്ലാഹ്. മരുന്നും മറ്റും ഒരു കാരണം മാത്രമാണല്ലോ റബ്ബേ. ഈ സദസ്സിലേക്ക് വന്നത് നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഇവിടത്തേക്ക് ഒരുപാട് ആളുകൾ നേർച്ച കൊടുക്കുന്നവരുണ്ട്, പഞ്ചസാര കൊടുക്കുന്നവര്, അരി കൊടുത്തവര്, ഉപ്പ് കൊടുത്തവര്, അല്ലാഹുവേ 1 രൂപ മുതൽ എത്രയോ പണം കൊടുത്തവരുണ്ട് റബ്ബേ. ഏതൊരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും, എന്ത് നേർച്ചയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും റബ്ബേ, അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയവര്, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാന്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കള്, അല്ലാഹുവേ അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. സിഹ്ർ സംബന്ധമായി വന്ന രോഗമാണെങ്കിലും, ശൈത്താൻ സംബന്ധമായി വന്ന രോഗമാണെങ്കിലും, അല്ലെങ്കിലും വേറെ ഏതെങ്കിലും രൂപത്തിൽ വന്ന രോഗമാണെങ്കിലും അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ് നീ ശിഫ നൽകണേ റഹ്മാന്. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ അല്ലാഹ് മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ, നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. നേരത്തെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഉസ്താദുകൾ സൂചിപ്പിച്ചല്ലോ, മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിലേക്ക് കയറിയപ്പോൾ ഒരു കുട്ടിയുടെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞവര്, അതുപോലെ ഞങ്ങളോടും പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുണ്ട് റബ്ബേ. അല്ലാഹുവേ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് പലരും ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഇവിടുത്തെ ഉസ്താദുമാരോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഒരു പക്ഷേ അവർക്കതെല്ലാം മറന്നിട്ടുണ്ടെങ്കിലും മറക്കാത്ത നീയാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങള് അല്ലാഹുവേ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്ക് നീ നൽകല്ല അല്ലാഹ്. നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഉണ്ടാക്കിയത് മുഴുവനും വിറ്റ് തൊലക്കുന്ന രൂപത്തിലുള്ള അസുഖങ്ങൾ നീ നൽകല്ല റഹ്മാന്. അല്ലാഹുവേ ഇന്ന് കേൾക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അത്തരം മാരകമായ അസുഖങ്ങളാണ് അല്ലാഹ്. അല്ലാഹുവേ രോഗത്തിന്റെ പേര് പോലും അറിഞ്ഞുകൂടാ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകിയ അവയവങ്ങള് മരിക്കുന്ന സെക്കൻഡ് വരെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ കിഡ്നിക്ക് വല്ല അസുഖവും വന്നു കഴിഞ്ഞാൽ, കിഡ്നിക്ക് വല്ല രോഗവും വന്നു കഴിഞ്ഞാൽ പിന്നെ മൂത്രത്തിന് പ്രയാസമാണ്, കരളിന് പ്രയാസമാണ്, എല്ലാത്തിനും പിന്നെ പ്രയാസം തന്നെയാണ് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ അവയവങ്ങള് അത് മരിക്കുന്ന സെക്കൻഡ് വരെ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റത്തിന്റെ പേരിൽ പോലും ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. നീ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ റഹ്മാനും റഹീമുമായ അല്ലാഹ്. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, നല്ല ഒരു പാർപ്പിടം വെച്ച് കാണാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാന്. അല്ലാഹുവേ അതിന് എന്താണോ വേണ്ടതെങ്കിൽ അത് നീ ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണേ അല്ലാഹ്. വീടില്ലാതെ കഷ്ടപ്പെടുന്നവര് അവർക്ക് നല്ല ജോലി നൽകി ആ ജോലിയിൽ നീ നല്ല അഭിവൃദ്ധി നൽകിയാൽ അതിൽ നിന്നും മിച്ചം വരുന്ന പണം കൊണ്ട് നല്ല വീടുണ്ടാക്കാം. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പാടുള്ള ജോലി കഴിയുന്നവരുണ്ട് റബ്ബേ. നീ നല്ല ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മഈശത്തിന്റെ മാർഗം പല വിധത്തിലാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മഈശത്തിന്റെ മാർഗം നിനക്കറിയാമല്ലോ അല്ലാഹ്. അല്ലാഹുവേ അതിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ ഇസ്സത്ത്, നീ ഞങ്ങൾക്ക് നൽകിയ നിഅമത്ത് നീ അധികരിപ്പിക്കണേ റബ്ബേ. നീ അതിനെ ഇല്ലാതെയാക്കല്ല അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ. യാ രാജ സയ്യിദായ മാലികുൽ മുലൂകായ അല്ലാഹ്, ചൂടുകൊണ്ട് പ്രയാസപ്പെടുകയാണ്, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്, മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ്. മഴക്കാലമെല്ലാം എന്ന് നമ്മൾക്കറിയാമല്ലോ റബ്ബേ. നിന്റെ റഹ്മത്തിനെ നീ പിടിച്ചു വെക്കല്ല അല്ലാഹ്. നീ നല്ല മഴ വർഷിപ്പിക്കണേ റഹ്മാനെ. നിന്റെ റഹ്മത്തിനെ നീ ചൊരിഞ്ഞു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റത്തിന്റെ പേരില് നീ വരൾച്ച തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. നീ വരൾച്ച തന്ന് ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളെ മാനിച്ചുകൊണ്ട്, ഇൽമിനെ മാനിച്ചുകൊണ്ട് റബ്ബേ നീ നല്ല മഴ വർഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ വരൾച്ച തരല്ല റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മുതല് തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ബിഹഖ് സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ. യാ രാജ സയ്യിദായ മാലികുൽ മുലൂകായ അല്ലാഹ്, ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട് റഹ്മാന്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതുപോലെ കമ്മിറ്റി ഭാരവാഹികള്, ഈ നാട്ടുകാര്, ഇതിനു വേണ്ടി ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ കഷ്ടപ്പെട്ടവരുണ്ടോ, ഇതിനു വേണ്ടി പണം ചെലവഴിച്ചവരുണ്ടോ, ഇതിനു വേണ്ടി ഒത്താശ ചെയ്തവരുണ്ടോ, ഇൽമിന്റെ മജ്ലിസ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നവരുണ്ടോ, എല്ലാ ദിവസവും വന്നിട്ട് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത് ഇൽമിനോടുള്ള സ്നേഹമാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളോടുള്ള സ്നേഹമാണ്. നിന്റെ ഹബീബിനോടുള്ള ഇഷ്കാണ്, നിന്നോടുള്ള ബഹുമാനമാണ്. നീ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവേ. ദീനി സംരംഭത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് അല്ലാഹുവേ. അത് നീ കബൂലാക്കണേ അല്ലാഹ്, അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ കാരണം കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ളാലിമീങ്ങളുടെ ദുൽമിനെ തൊട്ട് കാക്കണേ റബ്ബേ. ഹസദീങ്ങളുടെ ഹസദിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ പൈശാചികമായിട്ടുള്ള ശർറിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ. യാ രാജ സയ്യിദായ മാലികുൽ മുലൂകായ അല്ലാഹ്, ഈ സദസ്സിൽ വന്നവരുടെ കൂട്ടത്തില് വീട്ടിലുള്ള ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, കല്യാണപ്രായമായ ചെറുപ്പക്കാരുണ്ട് റബ്ബേ, കല്യാണപ്രായമായ ചെറുപ്പക്കാരികളുണ്ട് റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജത്തിമാരുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ അനുയോജ്യമായ ഇണകളെ നീ കാണിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മക്കളുണ്ട്, പെങ്ങന്മാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്, ഇഷ്ടക്കാരുണ്ട്, പിരിശക്കാരുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതം നീ സന്തോഷകരമാക്കി കൊടുക്കണേ അല്ലാഹ്. നീ വിജയകരമാക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും ഇസ്സത്തും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ സ്വാലിഹായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. ദീനിനും നാട്ടുകാർക്കും മാതാപിതാക്കൾക്കും ഉപകാരം കിട്ടുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ റഹ്മാൻ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ കണ്ണുനീര് നീ കുടിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് നിന്റെ ദീനിന് ഒരു ഇടർച്ച പോലും നീ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ആഖിറത്തിൽ പ്രയാസപ്പെടുത്തല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഇരു ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ. യാ രാജ സയ്യിദായ മാലികുൽ മുലൂകായ അല്ലാഹ്, ഈ സദസ്സിലേക്ക് വരുമ്പോൾ എന്ത് നിയ്യത്ത് വെച്ചിട്ടാണോ വന്നതെങ്കിൽ ആ നിയ്യത്ത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഉറൂസ് തീരും മുമ്പ്, ഈ ഉറൂസ് ഇവിടെ നിന്നും അവസാനിക്കും മുമ്പ് അവരുടെ കാര്യങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. നീ സന്തോഷം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നീയും ഒരുപാട് കാലം ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ സ്നേഹവും ബന്ധവും നീ നിലനിർത്തണേ റഹ്മാനെ. بحق سيدنا مصطفى محمد وآل سيدنا مصطفى محمد صحاب سيدنا مصطفى محمد. അല്ലാഹുവേ ഞങ്ങളുടെ വിദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന സഹായിക്കുന്ന, മദ്രസയ്ക്ക് വേണ്ടി സഹായിക്കുന്നവര്. ഇവിടത്തേക്ക് ഏകദേശ തുടക്കത്തിൽ ഞാൻ ആദ്യമായി വരുമ്പോൾ ഭക്ഷണം നൽകിയത് ഈ മദ്രസയിൽ വെച്ചുകൊണ്ടാണ്. ഈ രൂപത്തിലുള്ള മദ്രസയല്ല അന്നുണ്ടായത്. ഈ രൂപത്തിലാവാൻ ആരാണോ കഷ്ടപ്പെട്ടത്, ആരാണോ സഹായിച്ചത്, ആരാണോ പള്ളിക്ക് വേണ്ടി സഹായിച്ചത്, ആരാണോ ഇതിന്റെ ഓരോ വിജയത്തിന് വേണ്ടി സഹായിക്കുന്നവര്, അവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ റഹ്മാനും റഹീമുമായ അല്ലാഹ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ കൊണ്ടാണ് അല്ലാഹുവേ, ഇലക്ഷനുമായിട്ടാണ്, ഇലക്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹുവേ മുസ്ലിം സമുദായത്തിന് ഇസ്സത്തിന് ജീവിക്കാൻ ആരാണോ ഭരണത്തിൽ വരേണ്ടത് അവർക്ക് നീ ഭരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. ഫലസ്തീനികളെ ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ പല സ്ഥലങ്ങളിലും നിന്നെ കൊണ്ട് വിശ്വസിച്ച് നിന്റെ പേരില് അവർ ചെയ്യുന്ന ക്രൂരതകൾ ഞങ്ങൾ അറിയുന്നുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ റബ്ബേ. ഞങ്ങളുടെ സഹോദരന്മാര് ഏത് സ്ഥലങ്ങളിൽ നിന്നും പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും അല്ലാഹുവേ അവർക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെയും അല്ലാഹുവേ പോയതാ ഓരോ പത്രികകളും ഓരോന്നും അവർ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ പറയുന്നതെല്ലാം ആ രൂപത്തിൽ തന്നെയാണ്. കല്യാണം കഴിക്കണമെങ്കിൽ അമ്പലത്തിലേക്ക് പോയി താലി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു രൂപത്തിൽ തന്നെ ഈ സമുദായത്തെ തന്നെ നേരിൽ നോക്കിയിട്ട് ഉപദ്രവിക്കുന്ന രൂപത്തില് ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ തന്നെ ഇല്ലാതെയാക്കാനുള്ള എല്ലാ നീക്കങ്ങളും എടുത്തു വെക്കുകയാണ് റബ്ബ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പറയാനുള്ളതും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതും നീ തന്നെയാണ് റബ്ബ്. നീയല്ലാതെ വേറെ ഇലാഹില്ല റബ്ബ്. നിന്റെ മുന്നിലല്ലാതെ വേറൊരാളുടെ മുന്നിൽ ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല റബ്ബ്. നിന്നോടല്ലാതെ ഞങ്ങൾ വേറൊരാളോടും പറയുന്നില്ല റബ്ബ്. അല്ലാഹുവേ നിന്റെ ദീന് നിലനിൽക്കാൻ ആരാണോ ഭരണത്തിൽ വരേണ്ടത്, നിന്റെ ദീന് നിലനിൽക്കാൻ ആരാണോ ഭരിക്കേണ്ടത് അവർക്ക് നീ ഭരണം നൽകണേ അല്ലാഹ്. ഏത് തട്ടിപ്പ് നടത്തിയാലും അല്ലാഹുവേ നീ വിജയം നൽകണേ റബ്ബ്. നിനക്കൊന്നും ഒരു പ്രയാസവുമല്ലല്ലോ റബ്ബ്. അല്ലാഹുവേ നമ്രൂദ് തീകുണ്ടാരമുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തീകുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോൾ തണുപ്പും രക്ഷയും നൽകിയ റബ്ബ്. ആ തീക്ക് നീ കൊടുത്ത ശക്തിയെ നീ മാറ്റിക്കളഞ്ഞല്ലോ റബ്ബ്. അല്ലാഹുവേ എല്ലാത്തിനും നിനക്ക് കഴിവുണ്ട് റബ്ബ്. അല്ലാഹുവേ നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. അവരുടെ കരങ്ങളാൽ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല റബ്ബ്. അല്ലാഹുവേ ഉമ്മമാരുടെ നേരെയും പെങ്ങന്മാരുടെ നേരെയും കാണാൻ ഭംഗിയുള്ള പെങ്ങന്മാരുടെയും മക്കളുടെയും നേരെയും നിരങ്ങുന്ന രൂപം അല്ലാഹുവേ വിചാരിക്കാൻ പോലും കഴിയുന്നില്ല റബ്ബ്. ആലോചിക്കാൻ പോലും കഴിയുന്നില്ല റബ്ബ്. ആ രൂപത്തിൽ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നീ വിഷമത്തിലാക്കല്ല റബ്ബ്. നിന്റെ ദീനീ ചിഹ്നങ്ങളെ പോലും തകർക്കുന്നവരുടെ കയ്യിൽ നീ ഭരണമേൽപ്പിക്കല്ല റബ്ബ്. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റത്തിന്റെ പേരിൽ പോലും ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായം തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഭരിക്കുന്ന ഭരണാധികാരികളെ, മോശമായ ഭരണാധികാരികളുടെ കയ്യിൽ ഭരണം കൊടുത്തുകൊണ്ട് ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റത്തിന്റെ പേരിലാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബ്. നീ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല റബ്ബ്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി പുന്നാര നബി തങ്ങളുടെ മുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്ന ഫുഖറാഉൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാഹ്.
റോഡിൽ ചതഞ്ഞെരിഞ്ഞ് മരിപ്പിക്കല്ല റബ്ബേ. ടാങ്കർ ലോറിയും മറ്റുള്ള വാഹനങ്ങളും കയറി നിറന്നുകൊണ്ട് കൈക്കോട്ട് കൊണ്ട് കോരിയെടുക്കുന്ന മയ്യത്താക്കല്ല അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കല്ല റബ്ബേ. ഞങ്ങളുടെ മയ്യത്ത് നോക്കിയിട്ട് ഇത് ഇവൻ മരിച്ചതുപോലെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന മയ്യത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് നോക്കിയിട്ട് നല്ലത് പറയിപ്പിക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ വആലി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വഹാബി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ആരും പോകരുത്.